എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 4-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഒരല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു അധ്യായത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ലൈൻ അപ്പ് യുവർ ഷൂസ് വെൻ യു ടേക്ക് ദം ഓഫ്. അതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പുറത്ത് ഇട്ടുകൊണ്ട് പോകുന്ന പാദരക്ഷകൾ എന്തു തന്നെ ആയിക്കോട്ടെ, ഷൂ ആയിക്കോട്ടെ, ചെരുപ്പായിക്കോട്ടെ, നമ്മൾ വീടിനകത്തേക്ക് നമ്മളത് ആയിട്ട് പ്രവേശിക്കാറില്ല. നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നമ്മളത് പുറത്ത് മാറ്റി വെച്ചിട്ട് ഒന്നിന് ഷൂ റാക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ പുറത്തുള്ള ആ സ്ഥലത്ത് മുറ്റത്ത് എവിടെയെങ്കിലും സ്റ്റെപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ജപ്പാനിലും ഇതേ ഒരു ശീലം തന്നെയാണ് എല്ലാ ആളുകളും ചെയ്യാറുള്ളത്. എല്ലാ ജപ്പാനിലെ വീടുകളിലും ഇതുപോലെ നമ്മൾ വീടിൻ്റെ മുൻവശത്ത് ചെല്ലുമ്പോഴത്തേക്കും അവരുടെ ആ ചെരുപ്പുകൾ അല്ലെങ്കിൽ ആ ഒരു പാദരക്ഷകൾ അവിടെ പുറത്തേക്കുണ്ടാകും. പക്ഷെ ആ പാദരക്ഷകൾ നമ്മൾ എങ്ങനെ വെക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നാണ് പറയുന്നത്. അത് പറയാനുള്ളൊരു കാരണം വേറൊന്നുമല്ല, നമ്മുടെ പാദരക്ഷകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം മിക്ക ആളുകളും അതിനെ വളരെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ അതിന് ഒട്ടും പ്രാധാന്യം കൊടുക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ അത്ര പോലും പ്രാധാന്യം നമ്മൾ കൊടുക്കാത്ത കാര്യത്തിനും നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോയിരുന്ന പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പം അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ആ ഒരു പാദരക്ഷകൾ വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്യുക. മിക്ക വീടുകളും അതായിരിക്കില്ല അവസ്ഥ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ മതി. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. വളരെ നീറ്റായിട്ട് അതിനെ അറേഞ്ച് ചെയ്യുക. അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സമയമൊന്നും നമ്മൾ ചിലവഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ കയറി ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ പാദരക്ഷകൾ ഊരിയിട്ട്, അത് ഷൂ ആണെങ്കിലും ചെരുപ്പാണെങ്കിലും അല്ലെങ്കിൽ ചപ്പലാണെങ്കിലും അതിനെ വളരെ നീറ്റായിട്ട് ഭംഗിയായിട്ട് അതിനെ അറേഞ്ച് ചെയ്യുക. പക്ഷെ ഒരുപാട് പെർഫെക്ഷനായിട്ട് വേണമെന്നില്ല, പക്ഷെ ഒരു ഒരു അടുക്കും ചിട്ടയായിട്ട് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് ചിലപ്പോൾ നമുക്ക് വിചിത്രമായിട്ട് തോന്നിയേക്കാം കേൾക്കുമ്പോൾ. പക്ഷേ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ഒന്ന് ചിട്ടയായിട്ട് ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിന് തന്നെ വലിയൊരു മാറ്റം വരും എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നാളെ മുതൽ നമ്മൾ വീട്ടിനകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ പുറത്ത് ഇട്ടുകൊണ്ട് പോയ ആ പാദരക്ഷകൾ നമുക്ക് വളരെ നീറ്റായിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആയിരിക്കില്ല അറിയുന്നത്. തീർച്ചയായിട്ടും പതുക്കെ പതുക്കെ നമുക്കത് അറിയുന്നതായിരിക്കും. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട് ഇതിനകത്ത്. നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ നമ്മൾ മാത്രമായിരിക്കും ഈ ഒരു പുസ്തകം വായിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇത് ശീലിക്കുന്നുണ്ടാകാം. നമ്മുടെ വീട്ടിലോ മറ്റുള്ളവർ ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പം അവരെ നമുക്ക് പറഞ്ഞ് ഇത് നിർബന്ധിച്ച് ചെയ്യിക്കാനും പറ്റില്ല, കാരണം അവർ ഈ പുസ്തകം വായിക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അവരോട് വേണമെങ്കിൽ പറയാം. പക്ഷെ അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ വിഷമിക്കുന്നതിന് പകരം അവരുടെ ചെരുപ്പും കൂടെ നമുക്ക് വേണമെങ്കിൽ അടുക്കി വെച്ചുകൂടെ? നമുക്കൊരു അവസരം കൂടെ കിട്ടുകയല്ലേ ഒന്നുകൂടെ അടുക്കി വെക്കാനായിട്ട്. ആ ഒരു രീതിയിൽ ചിന്തിക്കാം. കാരണം പലപ്പോഴും പല സ്ഥലങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു പുതിയൊരു ചിട്ട പാലിച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മളെ മനസ്സിലാക്കാൻ പലർക്കും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. നമ്മുടെ വീട്ടിലുള്ളവർക്ക് പോലും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അപ്പം അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു. ഇനി അവർക്ക് വേണമെങ്കിൽ അവർക്കും വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഈ ഒരു കാര്യം അതുപോലത്തെ കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോസിൽ പറഞ്ഞ കാര്യം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. രാവിലെ 15 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. പക്ഷെ ചെരുപ്പ് ഊരിയിടുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ അത് ചെയ്തു തുടങ്ങാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ച് നമ്മുടെ വീട്ടുകാർ സ്വന്തമായിട്ട് തന്നെ അത് ചെയ്തു തുടങ്ങുകയാണ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടെ വഴി കാണിച്ചു കൊടുക്കാനുള്ളൊരു മാർഗം കൂടെയാണ്. അപ്പം എല്ലാവരും നാളെ മുതൽ നമ്മുടെ വീട്ടിനകത്ത് കയറുന്ന സമയത്ത് നമ്മുടെ പാദരക്ഷകൾ നല്ല രീതിയിൽ തന്നെ നിരത്തി വെച്ചിട്ട് നമുക്കകത്ത് കയറാനായിട്ട് ശ്രമിക്കാം. അപ്പം എല്ലാവർക്കും ആ ഒരു രീതിയിൽ ജീവിതത്തിൽ അവരുടെ ചിട്ട തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങേയറ്റം സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം കൂടെ നേരുന്നു.